ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേടിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 18-ാം തിരുവചനം. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അതെന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളും. നിങ്ങൾക്ക് ജീവിതത്തിലെ തിരസ്കരണങ്ങൾ വരുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുകയോ ബുദ്ധിമുട്ടുകയോ ഇല്ലാത്തത് പറയുകയോ ചെയ്യുമ്പോൾ, പലതരത്തിൽ മറ്റുള്ളവരിൽ നിന്ന് പല പരിഹാസങ്ങളും മറ്റുമെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ പറയാണ്, നിങ്ങൾക്ക് മുമ്പേ ലോകം അങ്ങനെ തന്നെ എന്നോടും വ്യാപരിച്ചിട്ടുണ്ട്. നീ എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ സഹനത്തിലും നിനക്കൊരു പങ്കുണ്ട്. ജീവിതത്തിൽ വരുന്ന പരിഹാസങ്ങളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും സങ്കടങ്ങളെക്കുറിച്ചൊക്കെ ആവലാതി പാടില്ല എന്ന് പറയുക, തളർന്നു പോകത്തില്ല എന്ന് പറയുക. കാരണം കർത്താവ് ആ വഴിയിലൂടെ കടന്നു പോയതാ. കർത്താവ് ആ വഴികളിലൂടെ കടന്നു പോയതാന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോളണം, അങ്ങനെ കടന്നു പോയവനെ നിന്നെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ കടന്നു പോയവൻ നിന്നെ തള്ളിക്കളയത്തില്ല, അവനത് ചേർത്ത് പിടിക്കും. കാരണം നിന്റെ നൊമ്പരങ്ങൾ അവനറിയും. ആ ഈശോയിൽ ആശ്രയിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ക്ലേശങ്ങളും സഹനങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാകുമ്പോൾ നീ അതെല്ലാം അറിയുന്നുവെന്നും നീ ചേർത്ത് പിടിക്കുമെന്നുള്ള ബോധ്യത്തിൽ വളരുവാൻ ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ട കൃപകളും നന്മകളും സംരക്ഷണവും എല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കും